എന്തൊക്കെയുണ്ട് മക്കളെ എല്ലാവരും വിശേഷം? നമ്മുടെ ഡ്യൂട്ടി തുടങ്ങി കേട്ടോ. പത്തിരിയാണ് ഉണ്ടാക്കണത് കേട്ടോ. പത്തിരി ആവുമ്പോൾ ഒരു തിന്നാൻ പിന്നെയും തോന്നും, അല്ലാത്തതൊന്നും അങ്ങനെ തിന്നാൻ തോന്നില്ല. അപ്പോൾ പത്തിരിമേലാണ് കേട്ടോ. പിന്നെ ഇന്നലെ വെച്ചതിൽ ചിക്കൻ കറി ഉണ്ട് കേട്ടോ പത്തിരിക്ക്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കണില്ല. പിന്നെ കുറച്ച് ബീഫ് ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കണം. പിന്നെന്താ, ഉപ്പേരി വെക്കണം കേട്ടോ. ബീട്രൂട്ട് ഉപ്പേരി വെക്കണം. പിന്നെ കൂവ കലക്കണം. ഇതൊക്കെ തന്നെയാണ് ഈ വകാത്ത ചൂട്ടത്ത് മക്കളെ. അമ്മാതിരി ചൂടല്ലേ, ഉരുകി പോകും. അപ്പോൾ കൂവപ്പൊടി കലക്കാനാണ് കേട്ടോ. ലാസ്റ്റിലത്തെ പത്തിരിയാണ് ഇട്ടെടുത്തത് കേട്ടോ. അപ്പോൾ കട്ട്ലേറ്റ് ഇതുണ്ടോ, കട്ട്ലേറ്റ് സെറ്റായിട്ടുണ്ട്. ഞാൻ എല്ലാതും കൂടിയൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ പത്തിരി പരത്തിയിട്ട് ആകെ അലങ്കോലപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. ബീട്രൂട്ട് നുറുക്കിയിട്ടുള്ള വേസ്റ്റാണത്. ഇതാണ്ടോ ഉപ്പേരി, ഇതാ ബീട്രൂട്ട്. പിന്നെ കൂവ കാച്ചിയതാണ് കേട്ടോ. അത് കൂവപ്പായസം എന്ന് പറയാം. കുറച്ച് കട്ടിക്ക് കലക്കിയതാണ് കേട്ടോ. ഇപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. പിന്നെ പാത്രങ്ങളാണ് ഈ എടുക്കുന്നത്, കഴുകാനുള്ള പാത്രങ്ങൾ. അപ്പോൾ ഇന്നൊക്കെയുള്ള സാധനങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ, റെഡി ആയിട്ടുണ്ട്. പിന്നെ മാങ്ങ പൗക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് പൗത്തുക്കണമെന്ന് നോക്കി വെക്കുകയാണ് കേട്ടോ. കണ്ടോ, കെട്ടി വെച്ചതല്ലേ. വേറെ കളറ് മാറിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. നല്ല പൗത്തിട്ടില്ല, നല്ല ആയിട്ടില്ല. കണ്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കള ക്ലീനാക്കാൻ വേണ്ടിയിട്ട്, തുടക്കാൻ വേണ്ടി ബക്കറ്റ് എടുത്തിട്ട് വെള്ളം പിടിച്ചിട്ട് തുടക്കാൻ വേണ്ടിയിട്ട് ക്ലീനാക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം, കുറച്ച് ചെടികളുണ്ട്. അവരെ അടുത്തേക്കൊന്നും പോയിട്ടില്ല, അവരെ അടുത്ത് സന്ദർശിച്ചിട്ടില്ല. നമ്മൾ തന്നെ കരിഞ്ഞു പോകണു. പിന്നെ അവർക്ക് വെള്ളവും കാര്യം കൊടുത്തിട്ടില്ലെങ്കിൽ അവരും കരിഞ്ഞു പോകില്ലേ. ഞാൻ അവരെ ശുശ്രൂഷിക്കണം. ഇതിൻ്റെ ഇടയിൽ കണ്ടോ, പാടത്ത് പശു വന്നിട്ടുണ്ട്. ഇതുണ്ട് അന്ന് വെച്ച പ്ലാവും തൈ കേട്ടോ. ഇത് 2 വട്ടം പന്നി കുത്തി നിരത്തി. പിന്നെ ഒരു വട്ടം പശുവും കടിച്ചു തിന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ബാക്കി ഒരു പൊടിയാണ് നിൽക്കുന്നത്. ഇത് പിന്നെ മുരിങ്ങ തൈ നട്ടതാണ് കേട്ടോ. അപ്പം ഞാൻ അതിനും കുറച്ച് വെള്ളം നനച്ചു കൊടുക്കാൻ വെച്ചിട്ട് ഓസയിൽ ഇട്ട് കൊടുത്തതാണ്. പിന്നെ അതുണ്ടോ മുളകും തൈകൾ. പക്ഷെ മുളക് തൈ എന്താ സംഭവം എന്നല്ല, ഓവർ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇലകളൊക്കെ ചുരുങ്ങുക. എന്നാൽ നല്ല തണലത്ത് വെച്ചാൽ കായ്ക്കണില്ല. ഇത് ബീട്രൂട്ടാട്ടോ, ബീട്രൂട്ടാണ്. പിന്നെ ഇത് ജീരടല. ഇതിൽ ഇനി പുതിയത് നടാൻ വേണ്ടിയിട്ട് ഇട്ടിക്കുകയാണ് കേട്ടോ. അതിൽ ഫുൾ ചപ്പും ചാണകപ്പൊടി ഇതൊക്കെയാണ്. ചക്ക നിൽക്കുന്നുണ്ട്. ചക്കൊക്കെ ഇനി നോമ്പൊക്കെ കഴിഞ്ഞിട്ട് തിന്നണം. എന്നാലും നോമ്പിന് ഞങ്ങൾ അടക്കും തലക്കൊക്കെ ചക്ക തന്നെ ഇട്ട് വെക്കൽ. ചക്ക ഉപ്പേരിയൊക്കെ വെക്കും. ഇങ്ങനെ അടിച്ച് ഇഞ്ഞ് തുടക്കാൻ പോവുകയാണ്. ഇത് പിന്നെ ഒരു തണ്ണിമത്തൻ കേട്ടോ. പിന്നെ മുരിങ്ങക്കായ അപ്പുറത്ത് വീട്ടിൽ നിന്ന് തന്നതാണ്. ഇതൊരു സമാമ, ഷെയ്ക്ക് അടിക്കണം സമാമുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ഫ്രിഡ്ജിൻ്റെ അവിടെ നോക്കുമ്പോൾ പാല് തട്ടിപ്പോയിക്കുക. എങ്ങനെ പൊയ്ക്കണമെന്ന് അറിയില്ല. ഫ്രിഡ്ജിൻ്റെ അകത്തൊന്നും കാണാനുമില്ല, എന്നാൽ പുറത്ത് പാല് പോയിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടച്ച് ക്ലീനാക്കുകയാണ് കേട്ടോ. എങ്ങനെ പോയിന്ന് അറിയില്ല. ഫ്രിഡ്ജ് തുറക്കണതിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെ ചാടി പോയതാവും. പക്ഷെ അകത്തൊന്നും കാണാനില്ല. ഇതെങ്ങനെ ചാടി പോയിന്ന് അറിയില്ല. അപ്പോൾ അതങ്ങനെ പിഴിഞ്ഞിട്ട് വീണ്ടും തുടച്ച് ഇതാക്കട്ടെ. അപ്പോൾ അടിയിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. അടിയിലേക്കാണ് പോയിക്കണത് തോന്നുന്നു. അപ്പം അങ്ങനെ അത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ മിഞ്ഞാന്ന് ചക്ക വറുത്തില്ല, അതിൻ്റെ ബാക്കി മുറി ഉണ്ടാകുന്ന ചക്ക പൗത്തുക്കണം കേട്ടോ. പിന്നെ അതിന് ഞാൻ മാങ്ങ കുറച്ചെടുത്തു, ആയത് നോക്കിയിട്ട് എടുത്തു. പിന്നെ മാങ്ങ ഇതാ ഇങ്ങനെ പഴുത്തുക്കണു. ചക്ക അതങ്ങനെ പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. സമ്മാമ ഷെയ്ക്ക് അടിക്കാൻ വേണ്ടി വെച്ചിട്ട് പാലും ബൂസ്റ്റും മേടിക്കാൻ പോയിക്കാൻ നോക്കലാക്ക. പാത്തുമ്മ മണ്ണിലിരുന്ന് കളിക്കാട്ടോ. സ്കൂളിട്ട് വന്നിട്ട് ഓള് കുളിച്ചിട്ടില്ല.
അവർക്ക് ഓരോരോ പണികൾ നമുക്ക് ഉണ്ടാക്കി തരണ്ടേ. ഇതിൻ്റെ ഇടയിൽ കർമ്മസേനക്കാരും വന്നിട്ടുണ്ട് കേട്ടോ. അവർ റജിന സാധനങ്ങളൊക്കെ എടുത്തേക്ക് പറഞ്ഞിട്ട് അവർ പോയി. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ മോട്ടർ നേരാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആകെ കൂടി ഒരു തിരക്കിലാണ്. അപ്പം അങ്ങനെ പാലും ഇതൊക്കെ കൊടുന്നു ഷെയ്ക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മിന്നൂന് പത്തിരി വേണ്ടമ്മ, എനിക്ക് ആട്ടിയ ദോശയും മീൻ കറിയും വേണമെന്ന് പറഞ്ഞു. അപ്പം 1 കിലോ മീൻ പോയിട്ട് മേടിച്ചു കൊടുന്നതാണ്. അയില കേട്ടോ. അയില ഓപ്പലാക്ക പോയി മേടിച്ചു കൊടുന്നു. അപ്പോൾ ദോശ ചൂടാൻ വേണ്ടിയിട്ട് ഞാൻ മാവും ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവൾക്ക് വലിയ ദോശയും വേണം മീൻ കറിയും വേണമെന്ന് അറിയുന്നു. അങ്ങനെ ഷെയ്ക്കടി കഴിഞ്ഞപ്പോൾ അതിൽ ബൂസ്റ്റ് പൊട്ടിച്ച് വയ്ക്കുകയാണ് കേട്ടോ. ഓരോരോ ദിവസത്തെ ഓരോരോ പണികളാണ് മക്കളെ നിങ്ങൾ കാണുന്നത്. ഓരോരുത്തർക്കും ഓരോരോ ബുദ്ധികളാണ്. അപ്പോൾ ഓരോ ദിവസം ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അതിൽ വലിയ ദോശ അങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ ഒരാൾ ഒന്നെന്നെ തിന്നുള്ളൂ. ഇന്നും 2 എണ്ണം വേണം 3 എണ്ണം വേണമെന്നൊക്കെ ചുടുമ്പൊക്കെ പറയുന്നുണ്ട്. ഇനി എന്താ കോലെന്നറിയില്ല. ഇപ്പോൾ ഫസ്റ്റത്തെ ദോശ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എന്താണ്ടോ അടി ഒന്ന് കരിഞ്ഞു കേട്ടോ. അപ്പോൾ മോട്ടർ നേരാക്കിയ മുന്നേ അതിൻ്റെ ഇടയിൽ നോപ്പലാക്ക കിണറും ഇതൊക്കെ ഒന്ന് വലയൊക്കെ പൊക്കി പിടിച്ചൊക്കെ ശരിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ദോശ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ